നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വാർത്ത ഇതാ ഒഫീഷ്യലായിരിക്കുന്നു. തിയാഗോ അൽമെയ്ഡ അത്ലറ്റിക്കോ മാഡ്രിഡിൽ ജോയിൻ ചെയ്തിരിക്കുന്നു. ദീർഘകാലത്തേക്കുള്ള കോൺട്രാക്റ്റാണ്. 2030 ജൂൺ വരെ അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിൽ ഉണ്ടാകും. അതാണിപ്പോൾ ഒഫീഷ്യലായിട്ട് അവർ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം അർജന്റീൻ താരമായിട്ടുള്ള തിയാഗോ അൽമെയ്ഡ യഥാർത്ഥത്തിൽ അദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബ് ബൂട്ടോഫാഗോയുടെ താരമാണ്. അവിടെ നിന്ന് ലോണിലാണ് ഒളിമ്പിക് ലിയോണിൽ കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ബൂട്ടോഫാഗോയുമായിട്ട് എഗ്രിമെൻറ്റിലെത്തി താരത്തെ തങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന കാര്യം അത്ലറ്റിക്കോ മാഡ്രിഡ് അറിയിക്കുകയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാം. അതിലവർ കുറിക്കുന്നത് എങ്ങനെയാണ്: അത്ലറ്റിക്കോ മാഡ്രിഡും ബൂട്ടോഫാഗോയും ഒരു എഗ്രിമെൻറ്റിലേക്ക് എത്തിയിരിക്കുന്നു. തിയാഗോ അൽമെയ്ഡയുടെ ട്രാൻസ്ഫർ കാര്യത്തിൽ അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിൽ ജൂൺ 30, 2030 വരെയുള്ള ഒരു കോൺട്രാക്റ്റിലാണ് സൈൻ ചെയ്യുന്നത്. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള വേഴ്സറ്റൈൽ ആയിട്ടുള്ള 24-കാരനായിട്ടുള്ള അർജന്റീൻ റൈറ്റ് ഫുട്ട് പ്ലെയർ മിഡ്ഫീൽഡറായിട്ടും വിങ്ങറായിട്ടും ഈ ഇരു വിങ്ങുകളിലും കളിക്കാൻ കെൽപ്പുള്ളയാളാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ടീമിന് ഏറെ ഗുണം ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 2001 ഏപ്രിൽ 26 ബ്യൂണസ് അയേഴ്സിൽ ജനിച്ചിട്ടുള്ള താരം പിന്നീട് വെലസ് സാർസ്ഫീൽഡിൻ്റെ യൂത്ത് കാറ്റഗറിയിലൂടെ വളർന്നു വന്നു. അതിനുശേഷം അവരുടെ സീനിയർ ടീമിന് വേണ്ടിയിട്ട് 2018 ഓഗസ്റ്റ് 10 17-ാം വയസ്സിൽ അദ്ദേഹം അരങ്ങേറുകയുണ്ടായി. അവിടെ 100 മത്സരങ്ങൾ ബ്യൂണസ് അയേഴ്സ് ക്ലബിന് വേണ്ടി കളിച്ചതിന് ശേഷം അദ്ദേഹം അറ്റ്ലാന്റ യുണൈറ്റഡിലേക്ക് ചേക്കേറി. 2022 ആ കൂടുമാറ്റം. MLS അദ്ദേഹം 2.5 വർഷക്കാലം കളിച്ചു. ആ സമയത്ത് അദ്ദേഹം മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു. മാത്രമല്ല അർജന്റീൻ ദേശീയ ടീമിനോടൊപ്പം വേൾഡ് കപ്പിൽ മുത്തമിടുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം ബ്രസീലിയൻ ക്ലബ്ബായ ബൂട്ടോഫാഗോയിലേക്ക് പോയത്. അവിടെ അദ്ദേഹം മികച്ച പ്രകടനം തന്നെ നടത്തി. അതിനുശേഷം പിന്നീട് ലോണിൽ ഒളിമ്പിക് ലിയോണിലേക്ക് പോവുകയായിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹത്തെ അത്ലറ്റിക്കോ മാഡ്രിഡ് സ്വന്തമാക്കിയിരിക്കുന്നു. ഇതാണിപ്പോൾ ഒഫീഷ്യലായിട്ട് തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് അറിയിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.